എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് സൊളൻറ്റി 2 എന്നാണ് ഇവിടെ എപ്പിസോഡ് 72 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ശ്രക്കിന്റെ പ്രീ ക്വാർട്ടർ ഫൈനലാണ്. മിൻഡു അക്കാഡമി ആയിട്ടാണ് ഉള്ളത്. അടുത്ത ആള് വന്ന് നൈസായിട്ട് തോറ്റു. അതുകൊണ്ട് ആകെ കലിപ്പായിട്ടിരിക്കുവാണ് ടൈൻസൺ. കൂളാകോ പ്രിൻസസ് എന്ന ടീമേറ്റ്. വാങ്ക്യൂർ വളരെ സ്ട്രോങ് ആണ്. ശ്രക്കിന് കിട്ടിയതിൽ ബെസ്റ്റ്. അപ്പോൾ മെങ് പ്രിൻസസിന്റെ ടീം ഇൻഡിവിജ്വൽ ആയതുകൊണ്ടാണ് ടീം ബാറ്റിലാണെങ്കിൽ അവ ഇങ്ങനെയൊന്നും കാണില്ല. അടുത്ത ആളെ വിട്ടു വരുന്നു. അവന്റെ കരടിയാണ്. എന്ന കാര്യം ഉണ്ടായില്ല. അവളുടെ രണ്ടാമത്തെ അറ്റാക്കിൽ തന്നെ അവൻ വീണു. ശരി, നമുക്കിനി ടീമായിട്ട് തുറക്കാം വാടാ എന്ന് പറഞ്ഞു വരുന്നു. ശ്രക്കിനെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഡയലോഗ്. എന്നാ ചെങ്ങാട്ടെ നാലാമത്തെ റൗണ്ടിന് വിളിക്കുന്നു. അതൊക്കെ അപ്പൊ ടീമായിട്ടില്ലേ ആര് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ വാങ്ക്യൂർ 3 മാച്ച് ജയിച്ചപ്പോൾ അങ്ങനെ ചെയ്തല്ലോ എന്ന് തിരിച്ച്. അതിന് വാങ്ക്യൂർ ഗ്രൂപ്പ് ബാറ്റിലിന് മുൻപുള്ളതാണ് ഇൻഡിവിജ്വൽ. അത് ഓപ്പോണന്റ് ടീമിലുള്ളവരെ തളർത്താനാണ് നോക്കുക. എന്നാൽ നിങ്ങളുടെ ടീമിലെ ആരും തന്നെ സോൾ പവർ ഇല്ലാതെ വീക്കായിട്ടില്ലല്ലോ. അവൾ നോക്കുന്നു. അതെ. പിന്നെ വാങ്ക്യൂറിനെ നോക്കി, നീ എന്നെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഞാൻ നിന്നെ ഒറ്റയ്ക്ക് ചലഞ്ച് ചെയ്യുന്നു. തോറ്റ നമ്മുടെ ടീം ഗീവ് അപ്പ് ചെയ്തു. അതുകൊണ്ട് തന്നെ അവരുടെ മാച്ചിനായിട്ട് റെഡിയായി. ശൗശോബ് അത് യഥാർത്ഥത്തിൽ പ്രിൻസസ് ആയിരുന്നു. അതിന് കായിട്ടോ ഷൂട്ടിയാന്റെ യങ്ങസ്റ്റ് സിസ്റ്ററാണ് എന്നത് പറയുന്നുണ്ട്. ഞാൻ വാങ്ക്യൂർ എന്ന് പറയുമ്പോൾ അവളുടെ പേര് ഷൂട്ടിയാൻചൻ. കായിട്ടോബോ അവളുടെ മാർഷൽസുള്ള സൺമൂണിന്റെ ഇൻഹെറിറ്റ് ആയതും അൾട്ടിമേറ്റ് ഇംപിസിബിൾ ആയിരുന്നു. വാങ്ക്യൂർ വരുന്നു, ടൈംസനും വരുന്നു. അവരുടെ ഫൈറ്റ് തുടങ്ങി. വാങ്ക്യൂറിന്റെ അറ്റാക്ക് ചെസ്റ്റ് മാറി പോകുന്നുണ്ട്. സ്ട്രോങ് തന്നെയാണ് എന്നത് അവൾക്ക് മനസ്സിലായി. മൂന്നാമത്തേത് ഒരു സോൾ സ്കില്ല് എടുക്കുന്നു. സൺഡേറ്റ് വെച്ച് അറ്റാക്ക്. എന്നാൽ വാങ്ക്യൂർ അവളുടെ ഡ്രാഗൺ പഞ്ച് തിരിച്ചിട്ട് അതിനെ എതിർത്തു. പിന്നെ ഫോഴ്സ് കൊടുത്തു അവളുടെ സ്കില്ലും ബ്രേക്കാക്കി. ടൈൻഷൻ പോലും ഒന്ന് ഷോക്കായി. എങ്കിലും പിന്നെ ചെല്ലുന്നുണ്ട്. സ്പീർ വെച്ചുള്ള അറ്റാക്ക് ഒഴിഞ്ഞു മാറുന്നു. എന്തൊക്കെ പറഞ്ഞാൽ വാങ്ക്യൂറിന്റെ അറ്റാക്ക് അവളുടെ ബോഡിയിൽ കൊള്ളുന്നില്ല. എങ്കിലും അവൾക്കൊന്നും ചെയ്യാനും കഴിയുന്നില്ല. അപ്പോഴാണ് മറഞ്ഞു കിടന്ന സൂര്യൻ വരുന്നത്. അതുകൊണ്ട് അവൾ ചിരിക്കണം. കാരണം അവളുടെ മാർഷൽ സോൾ സണ്ണാണ്. അപ്പോൾ ആ സൂര്യന്റെ പവർ അതുകൂടി അവൾക്ക് ഉപയോഗിക്കാൻ കഴിയുമല്ലോ. അവിടെയുള്ള വലിയ സോളാർ പാനൽസ് പോലെ ഉണ്ട്. സൂര്യന്റെ എനർജി അത് എടുക്കാനായിട്ട് തുടങ്ങി. ഇത് അവളുടെ സ്കില്ല് അത് ആംപ്ലിഫൈ ചെയ്യും. എന്ത് തന്നെയായാലും അവളുടെ സ്കില്ല് ഉപയോഗിക്കുന്നുണ്ട്. റേഡിയന്റ് ലൈറ്റ്. അവിടെ ഒരു ബ്രൈറ്റ് ലൈറ്റ് ആയി വെളിച്ചം വരികയാണ്. ആർക്കും ഒന്ന് കാണാൻ പറ്റുന്നില്ല. പിന്നെ നോക്കുമ്പോൾ അവൾ ആ സൂര്യന്റെ എനർജി അത് എടുക്കുന്നു. എന്നിട്ട് വാങ്ക്യൂറിനോട് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞ അറ്റാക്ക് അവൾക്ക് നേരെ വന്നു. ഒരു ബീം പതിച്ചു. അവിടെ ഒരു ഗോളം ആയിട്ട് മാറുകയാണ്. അത് എക്സ്പ്ലോഷൻ ആവുന്നതോടെ വലിയൊരു പരിക്കുണ്ടാകും. അതിൽ നിന്ന് വാങ്ക്യൂർ അങ്ങനെ രക്ഷപ്പെടുക എന്നാണ് നോക്കുന്നത്. എന്നാൽ അത് എക്സ്പ്ലോഷൻ ആയിട്ടില്ല. വിൻഡോ സ്കൂൾ ജയിച്ചെന്ന് കരുതി ഹാപ്പി. നന്ദിയുണ്ട്, എന്റെ ഡ്രാഗൺ സ്പിയർ ഇങ്ങനെ ഒരു പവർ കിട്ടിയിട്ടില്ല, പൊസസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അത് വലിച്ചെടുക്കുകയാണ്, അബ്സോർബ് ചെയ്യുന്നത് പോലെ. അതുകൊണ്ട് എല്ലാവരും ഷോക്ക്. കാരണം ഒരു സൺ എനർജിയാണ് എടുത്തത്. വാങ്ഡോങ് അപ്പോൾ ഈ ലോകത്ത് 2 തരം ഡ്രാഗൺസ് ഉണ്ട്, ഗോൾഡനും സിൽവറും. അതിൽ ഗോൾഡൻ ഡ്രാഗന്റെ പവർ സണ്ണിൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ പവർ ആംപ്ലിഫൈ ആയി. പിന്നെ അങ്ങോട്ട് തുരത്തി അറ്റാക്കാണ്. അവളെ നോക്കുന്നുണ്ട്, എന്നാൽ കഴിയുന്നില്ല. മാറി പോവുകയാണ്. അവസാനം അവളെ കൊണ്ട് കഴിഞ്ഞില്ല. ചെങ്ങ് വന്ന് തടയുന്നുണ്ട്. അല്ലെങ്കിൽ അവൾക്ക് നല്ല രീതിയിൽ പരിക്കായിന്. വാങ്ക്യൂർ മുൻപത്തേക്കാൾ സ്ട്രോങ് ആയി. എനിക്ക് ഇനി ഇമ്പ്രൂവ് ആവണം. എനിക്ക് മാത്രമേ ഫ്യൂച്ചറിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോൽപ്പിക്കാൻ കഴിയൂ. എന്ത് തന്നെയായാലും ആ മാച്ച് വാങ്ക്യൂർ ജയിച്ചു. ശ്രക്ക് അങ്ങനെ ജയിച്ചു. അവൾ വരുന്നുണ്ട് ഷൂട്ടിന്. അവൾ 1v1 ഒളിച്ച് തോറ്റു. ടീം ബാറ്റിൽ നടത്തില്ല. സിംഗ്ലി അപ്പോൾ പ്രിൻസസിനറിയാൻ തോൽക്കുമെന്ന്. ടീമേറ്റിനെ ആക്കാതിരിക്കാനാകണം. ജോസിയപ്പോൾ പ്രിൻസസ് സ്ട്രെയിറ്റ് ഫോർവേഡാണ്. മനസ്സിലെ ജീവിതം അടുത്ത് ഇരിക്കുന്നില്ല. ചെങ്ങപ്പോൾ അടുത്ത മാച്ചിന് വിളിക്കുന്ന പ്രൈഡ് സോഡ് സെറ്റും സെലസ്റ്റൽ ഡ്രാഗൺ സെറ്റും. 2 ആൾക്കാരും വരുന്നുണ്ട്. എനിക്ക് വാങ്ക്യൂറിനെ സെമി ഫൈനലിൽ ഫേസ് ചെയ്യണം എന്ന് ലീഡർ. ഇൻഡിവിജ്വൽ മാച്ചിനായിട്ട് വിളിക്കുന്ന സോഡ് സെറ്റിലെ വൂഫിയാൻ, ഡ്രാഗൺ സെറ്റിലെ ഷിങ്ങിയാനും. വൂഫിയാനെ കണ്ട് ജിയാങ്ങിന് തമ്മിൽ എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. അത് കഴിഞ്ഞ് അവരുടെ മാച്ച് തുടങ്ങി. 2 പേര് ഫൈറ്റ് ചെയ്യുന്ന കുറച്ചു നേരം. വൂഫിയാൻ പുറകോട്ട് പോയിട്ട് നിനക്ക് ലോങ് റേഞ്ചിൽ കഴിയില്ല എന്ന് പറഞ്ഞൊരു വലിയ സോഡാക്കി സോൾ സ്കില്ല് ഉപയോഗിക്കുമ്പോൾ ഷിങ്ങിയാനാണെങ്കിൽ കാനോൺ തിരിച്ചുവിടുന്നു. യുഹാവോപ്പർ ഇത് 6th ലെവൽ സോൾ ഗൈഡും സ്ട്രോങ്സ്റ്റ് അറ്റാക്കാണ്. കായിട്ടോ അതിന് അവർ സോൾ മാസ്റ്റേഴ്സിനോടൊപ്പം ഇതിന് ടാലന്റ് ഉണ്ട്. ക്വാർട്ടർ ഫൈനലിലെ വീക്കായ ടീമില്ല. ആ അറ്റാക്ക് സോൾ വെച്ച് തന്നെ തടഞ്ഞു. ആ അവസരം നോക്കി അറ്റാക്കിന് വന്നപ്പോൾ അവൻ ഷെഡിങ് സ്റ്റൈൽ എന്ന 6ാമത്തെ സോഡ് സ്കിൽ ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൻ തോറ്റു എന്ന് മാത്രം പറയുന്നു. സംഭവം വൂഫിയാനെ പിടിച്ച് അത് ഇല്ലാതായി. പിറകിൽ നിന്ന് ഒരു സോഡ് വന്ന് അത് തടയാൻ നോക്കുന്നു. എന്നാൽ പല സൈഡിൽ നിന്ന് അവനെ അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അവന് കഴിഞ്ഞില്ല. അവൻ ഉപയോഗിച്ചത് എങ്ങനെയെന്ന് യുഹാബ് പറഞ്ഞു കൊടുത്ത പോലെയുണ്ട്. എന്തിനാലും ആ മാച്ച് സോഡ് സെറ്റ് ജയിച്ചു. സിംഗൻ പറയുന്നുണ്ട് അവന്റെ 6ാമത്തെ സ്കില്ല് അൺപ്രഡിക്റ്റബിൾ ആണ്. കലിപ്പായിട്ട് വരികയാണ് അവരുടെ ലീഡർ. അവന്റെ പേര് ടൈലോങ്. ഇപ്പോൾ 2 ക്യാപ്റ്റന്മാർ തമ്മിലുള്ള ഫൈറ്റാണ് തുടങ്ങാൻ പോകുന്നത്. ടൈലോങ് കണ്ണടച്ച് എന്തോ ചെയ്യുകയാണ്. ഗ്രൂപ്പിന് ടെൻഷന്. എല്ലാവരും എന്താ കാണിക്കുന്നത് എന്ന രീതിയിൽ അവന്റെ മാർഷൽ സോൾ എടുത്തു. അതിന്റെ ഔറ പോലെ വളരെ തെറിപ്പിക്കുകയായിരുന്നു. പിന്നെ ഫൈറ്റ് തുടങ്ങി. ടൈലോങ് വളരെ അഗ്രസീവായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത് എന്നത് കാണാം.
ഒരു അറ്റാക്ക് പോലെ ഏൽക്കുന്നില്ല. വൂഫിയാണ് ക്രോസ് ഒക്കെ വിടുന്നു, അതെല്ലാം ജസ്റ്റ് തടയുന്നത് പോലെ കുറച്ചു നേരം പോകുന്നുണ്ട്. അവന് 5ാമത്തെ സോൾ സ്കിൽ എടുത്തു, അതൊരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ടൈലോങ് ബ്ലൂ ലൈറ്റനിങ് ട്രക്സിന്റെ പവറിൽ തടയുകയാണ്, അടിച്ച് തെറിപ്പിച്ചു. ഇപ്പോഴാണ് യുഹാവ് അവരുടെ സോഡിൽ എന്തോ അറ്റാച്ച് ചെയ്തത് തോന്നുന്നു, അതുപോലെ അത് മനസ്സിലായി. അവൻ കഴുതി പിടിച്ച ടൈം അവൻ പിന്നെ 6ാമത്തെ സോൾ സ്കിൽ യൂസ് ചെയ്ത് വരുന്നുണ്ട് പിറകു നിന്നു. എന്നാൽ കഴിഞ്ഞ തവണ പോലെ ആയില്ല, അവൻ സെൻസ് ചെയ്ത് ഇൻവിസിബിൾ ആയിട്ട് വന്ന വൂഫിയാനെ ഇടിച്ചു. ഇതെങ്ങനെയെന്ന് തന്നെ നിന്റെ സോഡിൽ ഞാൻ എന്റെ ലൈറ്റനിങ് അറ്റാച്ച് ചെയ്തിരുന്നു, നീ സ്കിൽ ചെയ്യുമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ് അടിച്ച് തെറിപ്പിച്ചു. ആ മാച്ച് ടൈലോങ് ജയിച്ചു. അവൻ വളരെയധികം സ്ട്രോങ് ആണ് എന്നത് എല്ലാവർക്കും മനസ്സിലായി. പിന്നെ ടീം ബേബി ഇന്നത്തെ മാച്ച് എന്ത് തോന്നുന്നു? യൂസാൻഷെ ടൈലോങ് അവൻ വിചാരിച്ചതിൽ സ്ട്രോങ് ആണ്. ബേബിനേക്കാൾ 1v1 വന്നാൽ ജയിക്കാൻ ചാൻസ് ഇല്ല. ബേബി അപ്പോൾ അവൻ ബ്ലൂ ലൈറ്റിന് ടയറിന്റെ ഡ്രാഗൺ ക്ലാനിലെ പ്യൂറസ്റ്റ് ബ്ലഡ് ലൈനി ഉള്ളതാണ്. 10,000 വർഷങ്ങൾക്ക് മുൻപ് 6 മെയിൻ സെറ്റിലുള്ള ഒന്നായിരുന്നു അത്. അപ്പുറത്രിയില് വൂഹിന് എംപയർ അതില്ലാതാക്കി. എന്നാൽ അവരിൽ നിന്ന് രക്ഷപ്പെട്ടവർ പുതിയ ബിൽഡ് ചെയ്തെടുത്ത സെക്ടാണ് സെലസ്റ്റിയൽ ഡ്രാഗൺ ക്ലാൻ. അവരുടെ ഡിസിപ്ലിൻസ് മാറി വന്നു. സ്ട്രക്ക് സൈഡിൽ വാങ്ങിയവർ ഒറ്റയ്ക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. അവരുടെ ടീംസിന്റെ ഗ്യാപ്പ് അവർ മാറ്റിയെടുത്തു. അവർ തമ്മിൽ ഏറ്റുമുട്ടിയ പോലും ആരാണ് ജയിക്കാൻ കഴിയുമെന്ന് അറിയില്ല. പിന്നെ ടാങ് സെറ്റിനാകട്ടെ സ്നോ ഡീമൺ സെറ്റ്, ടൈൻഡോ പ്രിൻസസ് ഒക്കെ ഉൾപ്പെടുന്ന അവരിൽ പിറകിലായിട്ടുള്ളത് ബോഡി സെറ്റും. ഹേഷ്യൻ പൗലിയനും മിങ്ഡിഹാൾ പോലെ ബോഡി സെറ്റും ഫേമസ് ആണ്. സ്ട്രക്കിനേക്കാൾ വീക്കായ ടീമല്ല ഇനിയുള്ളത് എന്നത് മനസ്സിലായി. യൂസാനിച്ചപ്പോൾ ബോഡി സെറ്റിനേക്കാൾ മിസ്റ്റീരിയസ് ആയ മറ്റൊന്നുണ്ട്, ഈവിൾ സോൾ മസ്റ്റേഴ്സിന്റെ ടീം. ഹോളി സ്പിരിറ്റ് ചർച്ച്. അവരുടെ ഹോളി സ്പിരിറ്റ് സെക്ട് ഡെത്തിനേക്കാൾ വലുതാണ് കാത്തിരിക്കുന്നത്. യുഹാവ് പോലെ എല്ലാവരും മൈൻഡ് ലോസ് ആകാതിരിക്കും. നമ്മുടെ ഓപ്പോണന്റ് സ്ട്രോങ് ആണ്, എന്നാൽ നമ്മൾ അവരെക്കാൾ വീക്കല്ല. ബേബി വന്ന് അതുകൊണ്ട് തന്നെ 3 സോൾ എംപറർ, 3 ടിൻ മാർഷൽ സോൾ കൊണ്ട് നമുക്ക് ജയിക്കാം. ബോഡി സെറ്റ് നമ്മൾ ആയിട്ട് കമ്പയർ പോലും ഇല്ല. നമ്മൾ സ്ട്രക്ക് 7 ഡബിൾസ് ആണ് എന്നത് മറക്കല്ലോ. അത് അവരുടെ ഇൻഡിവിജ്വൽ മാച്ചിൽ ഫസ്റ്റ് ഞാൻ തന്നെ ഇറങ്ങാൻ പോകും എന്ന് എമ്മ പറയുമ്പോൾ മിണ്ടായില്ലടാ എന്ന് ബേബി ചമ്മി പോയി. ബേബിയോട് ബേബി യുഹാവിനോട് കൂടുതൽ ടാക്ടിക്സ് നോക്കാൻ യുഹാവിക്കുള്ള ഐഡിയ പറയാനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ജ്യൂസി ചൂട്ടിയനോട് സ്ട്രക്കും ഡ്രാഗൺ ക്ലാനും ഈസി ആയിട്ട് ജയിച്ചു. ഷിങ്ലു സ്കൂളുമായിട്ട് ഹോളി സ്പിരിറ്റ് ചർച്ച ഉണ്ട്, അത് കാണാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷിങ്ലു എന്തായാലും തോൽക്കും. നമ്മുടെ മെയിൽ ഫോക്സ് ടാങ് സെറ്റ് സ്റ്റോഡിയം സെറ്റുമാണ്. ഈ ടൂർണമെന്റ് തീരാറാകുന്നതിന് മുൻപ് മാസ്റ്ററിനോട് വന്ന് കാണാനായിട്ട് പറയുന്നുണ്ട്. അവൾ ഓക്കെ എന്ന് പറഞ്ഞു പോകുമ്പോൾ മനസ്സിൽ എല്ലാം തുടച്ചിട്ടുള്ള ടൈമായി വരുവാണ്. അപ്പൊ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ, ബൈ.